അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലുമെല്ലാം പഠിക്കുന്ന കുട്ടികളെ ബാർബർ ഷോപ്പുകളിൽ കൊണ്ടുപോയി വൃത്താകൃതിയിലും വിവിധ കലാരൂപങ്ങളിലും മുടിവെട്ടിക്കുന്ന മാതാപിതാക്കൾ, ചെറിയ കുട്ടിയല്ലേ, ക്രോപ്പൊന്നും പ്രശ്നമല്ലെന്ന മട്ടിൽ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നു. കുട്ടികളെ കൊണ്ട് ക്രിസ്തുമസ് അപ്പൂപ്പൻ്റെയും മാവേലിയുടെയും വേഷം കെട്ടിക്കുന്നവരും ഇതേ ന്യായം ഉന്നയിക്കുന്നവരാണ്. ഒന്നോർക്കുക, കുഞ്ഞുനാളിൽ മാതാപിതാക്കൾ ശീലമാക്കുന്ന സംസ്കാരങ്ങളാവാം പിൽക്കാലത്ത് പല കുട്ടികളും ഏറ്റുപിടിക്കുന്നത്. അന്ന് വിലപിക്കുന്നത് വെറുതെയായിരിക്കും സഹോദരന്മാരെ. കുല്ലു മൗലൂദിൻ യൂലദുലൽ ഫിത്ര ഫഅബവാഹു യുവഹിദാനിഹി ഔ യുനസ്വറാനിഹി. നന്മ ശീലമാക്കാനുള്ള പക്വതയിലും പാകതയിലുമാണ് ഓരോ കുഞ്ഞും പിറവിയെടുക്കുന്നത്. പിന്നീട് അവനെ ജൂതനോ ക്രിസ്ത്യാനിയോ ആക്കി മാറ്റുന്നത് തൻ്റെ മാതാപിതാക്കളാണെന്ന നബിതങ്ങളുടെ വാക്ക് മുകളിൽ സൂചിപ്പിച്ച യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അല്പം മുതിർന്ന കുട്ടികളിലാവട്ടെ ഹീറോയിസവും ശ്രദ്ധാബിന്ദു ആവാനുള്ള താല്പര്യവും അതിർവിട്ട ഫാഷൻ ഭ്രമവുമാണ് ക്രോപ്പിലേക്ക് അടുപ്പിക്കുന്നത്. ആർക്കോ സംഭവിച്ച ഒരു കൈപ്പിഴവ് ഫാഷനായതിൻ്റെ പേരിൽ ബലിയാടുകളാവുന്ന കൗമാരവും യുവത്വവുമെല്ലാം ഈ ഹെയർ സ്റ്റൈലിനെ വാരിപ്പുണരുന്നതിലൂടെ മഹിതമായ ഒരു സംസ്കാരത്തെയും പ്രകൃതിപരമായ സൗന്ദര്യത്തെയുമാണ് ചവിട്ടിമതിക്കുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിശ്ചയം ഏറ്റവും മനോഹരമായ ഘടനയിൽ മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ചു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് കൽപ്പിക്കപ്പെട്ടതുപോലെ സൗന്ദര്യവും ആവും വിധം സംരക്ഷിക്കാൻ മനുഷ്യൻ കടപ്പെട്ടവരാണ്. അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന നബിവചനം ഏറെ ശ്രദ്ധേയവുമാണ്. കൃത്യമായി മുടിവെട്ടി ഒതുക്കുന്നതിൻ്റെ സൗന്ദര്യം പാറിപ്പറത്തുന്നതിലുണ്ടെന്ന് തോന്നില്ല സഹോദരന്മാർ. മുടി വളർത്തുകയാണെങ്കിൽ തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ എണ്ണയിട്ട് ഒതുക്കി വെക്കണമെന്നാണ് മതശാസനം. കണ്ടാൽ അറപ്പ് തോന്നും വിധം കുടുമയാക്കി വെക്കുന്നതും സ്ത്രീകളെപ്പോലെ നീട്ടി വളർത്തി റിബണിട്ട് കിട്ടുന്നതും എന്ത് സൗന്ദര്യബോധത്തിൻ്റെ പേരിലാണെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. അല്ലെങ്കിലും കീറിപ്പറഞ്ഞ പാൻറ് ഇടുന്നതിലും ഇമ്മിണി വലിയ സൗന്ദര്യമുണ്ടെന്ന് കരുതുന്ന ന്യൂ ജനറേഷനിൽ നിന്നും ഇതിലും വലുത് നമുക്ക് പ്രതീക്ഷിക്കാം. ക്രോപ്പ് മതദൃഷ്ട്യ വിലക്കപ്പെട്ടതാണെന്നതിൽ സന്ദേഹമില്ല. നബി സല്ലല്ലാഹു പറയുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപ്പ് വെട്ടുന്നതിനെ വിലക്കിയിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, തലമുടി ഭാഗികമായി വെട്ടിയ ഒരു കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അത് വിലക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ പൂർണ്ണമായി കളയുക, ഇല്ലെങ്കിൽ ഒരുപോലെ നിർത്തുക. അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞിടത്ത് നിൽക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ മർമ്മം. അവിടുന്ന് വിലക്കിയ ഒരു സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നത് വിശ്വാസികൾക്ക് ഭൂഷണമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ആഗതമാകുന്ന വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് മുടിവെട്ടുന്നവർ മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ മുഖവിലക്ക് എടുക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.